വിദ്യാർത്ഥികളുമായി ആശയവിനിമയം ഏറെ സങ്കടകരം, ഏറെ നേടിയുമാണ് ഈ ഹോസ്റ്റലിലെ കാര്യങ്ങൾ. हम लोग पहले से करना है, कब से पहले से बाथरूम का काम रिपेयरिंग करना है ना, നിൽക്കുന്ന അവസ്ഥ തന്നെ ഉണ്ട്. ജനാലകളൊക്കെ തടിയൊക്കെ ജീവിച്ച അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനിടയിലൊക്കെ വിദ്യാർത്ഥികൾ താമസിക്കുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം അത്രത്തോളം കയറാനുള്ള റോഡിന്റെ അവസ്ഥ കണ്ടു. കയറി കഴിഞ്ഞ് അകത്ത് കയറിയാൽ ബെഡ്റൂമിന്റെ അവസ്ഥ, ബാത്റൂമിന്റെ അവസ്ഥ. താഴത്തെ ബാത്റൂമിന്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റും അതിനോട് ചേർത്തിട്ടിരിക്കുക. ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഈ സാധാരണക്കാരൻ പഠിക്കുന്ന സ്ഥാപനമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ. സാധാരണക്കാരന്റെ മക്കളാണ്. അവർക്ക് ഇങ്ങനെ മതി എന്നായിരിക്കും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം. സർക്കാർ വേണ്ട നടപടിയെടുക്കണം. എവിടെയെങ്കിലും കുട്ടികളെ സർക്കാരിന്റെ ചെലവിൽ സംരക്ഷിക്കണം. അതാണ് ഇവിടെ അനിവാര്യമായിട്ട് വന്നിരിക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. സർക്കാർ തന്നെ തീരുമാനിക്കട്ടെ. ഫിറ്റ്നസും കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ച് അവർ തീരുമാനിക്കട്ടെ. പക്ഷെ സർക്കാരിന്റെ ചെലവിൽ വേണം ഇവിടുത്തെ കുട്ടികളെ സംരക്ഷിക്കുവാൻ. ഇതിന്റെ പേരിൽ അവരെ തെരുവിൽ ഇറക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. കാരണം ഇവരുടെ ഫ്യൂച്ചറിന്റെ കൂടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ, ഈ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നോട് ആദ്യം പറഞ്ഞു ഈ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലൂടെ ഇത് കണ്ടിട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരിക്കൽ കൂടി വരുവാനുള്ള സാഹചര്യം ഉണ്ടായി. ഇന്ന് രാവിലെ ചർച്ചകളിലൊക്കെ മാധ്യമങ്ങൾ ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ഇങ്ങോട്ട് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വന്നത്. നിങ്ങളും കണ്ടു പൊളിഞ്ഞിരിക്കുന്ന കെട്ടിടം. അല്ലാതെ ഇപ്പൊ പറഞ്ഞത് ഞാൻ ഒരു കുറ്റിയില്ലാത്ത ബാത്റൂം, അത് ആഡംബരമാണെന്നാ പറയുന്നത്. കുറ്റി ആഡംബരമാണെന്നാ പറയുന്നത്. എന്ത് പറയാൻ. അപ്പം ഇവിടുത്തെ സാധാരണക്കാരൻ ചികിത്സ തേടുന്ന മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം നമ്മൾ കണ്ടു. 12ാം വാർഡിൽ അവിടുത്തെ ബാത്റൂം ഇടിഞ്ഞു വീഴാതിരിക്കുന്നു. 18ാം വാർഡിൽ അതേ സാഹചര്യം. ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് അല്ലെ താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ സാധനങ്ങളും തകർന്നിരിക്കുന്ന മട്ടിൽ നിൽക്കുന്നു. ഇവരെ സർക്കാർ സംരക്ഷിച്ചില്ല പിന്നെ ആര് സംരക്ഷിക്കും? ഇവിടെ നാളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആരും മറുപടി പറയും? അതുകൊണ്ട് ഇവരെ സർക്കാർ ചെലവിൽ തന്നെ സംരക്ഷിക്കണം. ഇവിടെ എന്താണ് ഫർദർ വേണ്ടതെന്ന് സർക്കാർ ആലോചിക്കണം. ഇവരെ സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാൻ ആവത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പിന്നെ പറയരുത്. ഇപ്പൊ ഉണ്ടായ ഒരു പ്രശ്നമല്ല, ഇത് തുടർച്ചയായി നടക്കുന്നു. തീർച്ചയായിട്ടും അപകടാവസ്ഥ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് സർക്കാർ എന്ത് വേണോ സർക്കാർ ഇതിന്റെ ഫിറ്റ്നസ് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സർക്കാർ സ്വന്തം ചെലവിൽ തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കും. പലതവണ PWD പരാതി കൊടുത്തു, തദ്ദേശ വകുപ്പിന് പരാതി കൊടുത്തു, ആരോഗ്യ വകുപ്പിന് പരാതി കൊടുത്തു. ഇങ്ങനെ പരാതികൾ പലതവണ കൊടുത്തിട്ടുള്ളതാണ്. അത് അവർ വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചല്ലോ. ഈ റോഡിന്റെ കാര്യത്തിൽ റോഡ് 5 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? അതുപോലെ തന്നെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഹോസ്റ്റലിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ഉത്തരവാദിത്വം ഒളിച്ചോടരുത്.
ഇവിടെ ഉത്തരവാദിത്വം നിന്ന് ഒളിച്ചോടുകയാണ്. അടി തൊട്ട് മേൽ വരെ ആ ബിൽഡിംഗ്, 2 ബിൽഡിംഗാണ്. ആ ബിൽഡിങ് ഞങ്ങളിപ്പോ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? ഒരു മെയിൻ്റനൻസിനപ്പുറം ഇവരെ മാറ്റി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ ആവശ്യം? പുതിയൊരു ബിൽഡിംഗ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്ത് ചെയ്യും? ഇവരെ സർക്കാർ ഇതിന്റെ പേര് പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സംബന്ധിക്കുന്ന പ്രശ്നമില്ല. സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. ഇവിടുത്തെ വിദ്യാർത്ഥികളാ, ഈ നാടിന്റെ വിദ്യാർത്ഥികളാ, സാധാരണക്കാരന്റെ മക്കളാന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ സർക്കാരിന്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും.